എറണാകുളം ആലുവ ദേശം വല്ലങ്കടവ് റോഡിലാണ്. അതാ എനിക്ക് പിന്നിൽ ഈ കാണുന്ന ഈ ബോർഡ് കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. ശ്രദ്ധിക്കുക, അശ്രദ്ധമായി അമിത വേഗത്തിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ നാട്ടുകാരുടെ തല്ലുറപ്പ്. ഒരു ദയയും ഉണ്ടാകില്ല പാറപ്പുറത്തെ നാട്ടുകാർ എന്നാണ് ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു അക്രമാഹ്വാനമായി നമ്മൾ കണക്കാക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം ഗതികേട് കൊണ്ട് ഇവിടെയുള്ള നാട്ടുകാർ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചതാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം നിരന്തരമായി വാഹനാപകടങ്ങൾ ഈ റോഡിൽ ഉണ്ടാകുന്നു. അതുമൂലം നാട്ടുകാർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനെ തുടർന്ന് ഗതികേട് കൊണ്ട് നാട്ടുകാർ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചതാണ്. പക്ഷെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല നമ്മൾ. ഈ നാട്ടുകാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരു വിചിത്രമായിട്ടുള്ളൊരു ബോർഡ് എന്ന് വേണം പറയാം. വളരെ കൗതുകകരമായിട്ട് നമ്മൾ ആദ്യം പോകുമ്പോൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നതാണ്. വളരെ കൗതുകകരമായിട്ടുള്ള ഇങ്ങനൊരു ബോർഡ് വെക്കാൻ നിങ്ങൾക്ക് ഇതിനും പിന്നിലുള്ള ഒരു കാരണം എന്താണ്? നമുക്കിപ്പോൾ ഈ ദേശം വല്ലങ്കടവ് റോഡ് ഇവിടെ പുതിയ റോഡ് പണി കഴിഞ്ഞതിന് ഒരു വർഷത്തിന് മേലെയായി. ഈ പുതിയ റോഡ് വന്നപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും ആഹ്ലാദിച്ചതാണ്, സന്തോഷിച്ചതാണ്. പക്ഷേ അത് അധികം നാളെ ആ സന്തോഷം ഉണ്ടായില്ല, നിന്നില്ല. അതിനുശേഷം തുടർ അപകടങ്ങൾ, ഒരു 50ഓളം അപകടങ്ങളാണ് സംഭവിച്ചത്. അതിൽ ഒരു 3 പേര് മരണപ്പെട്ടു. കൈ കാലുകൾ ഇപ്പോഴും പ്ലാസ്റ്ററും കമ്പിയും ഇട്ടാണ് ഇവിടെ പലരും ജീവിക്കുന്നത്. അത് ചെറുപ്പക്കാർ, പിന്നെ അതുപോലെ കുട്ടികൾ, എന്തോരം കുട്ടികൾ അതിൽ ട്യൂഷനും മറ്റേ സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് സൈക്കിളിമൊക്കെ ആയിട്ട് പോകുമ്പോൾ അത് അമിത വേഗതയിലാണ് ഈ പറഞ്ഞ വാഹനങ്ങൾ, ഇതിൽ ടൂ വീലറുകാരും മറ്റും പോകുന്നത്. അപ്പോൾ അത് കാരണം ഞങ്ങൾ നിരന്തരം അപകടങ്ങളും നിരന്തരം ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാരണം ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ ഈ ബോർഡ് വെച്ചത്. അത് ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ഇപ്പോൾ ജയിലിൽ പോകാനോ അല്ലെങ്കിൽ എന്തിനും ഞങ്ങൾ തയ്യാറാണ്. കാരണം ഈ നാട്ടുകാർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായി, അത്രയ്ക്ക് പേടിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ, അത്രയ്ക്ക് കുട്ടികളെ പുറത്തേക്ക് വിടാൻ പേടിയാണ്. അതുപോലെ നിങ്ങൾക്ക് നോക്കി കാണാം, ഇപ്പോൾ ഈ വണ്ടികൾ ഇപ്പോൾ ഈ ഉച്ച സമയത്ത് ഈ പോകുന്നത് അമിത വേഗത ഇപ്പോഴും പോകുന്ന നോക്കിയ വണ്ടികൾ, ഓരോ വണ്ടികൾ പോകുന്നത്, ഇത് അത്രയ്ക്കും കെട്ടും. അത്രയ്ക്ക് ജനങ്ങളും ഈ കടക്കാരും ഇതുപോലെ തന്നെ ഇവിടുത്തെ യുവാക്കളും എല്ലാവരും കൂടി തീരുമാനിച്ചു എന്നാൽ നമുക്ക് ഇനിയും ഇത് ഒരു ബോർഡ് വെച്ച് എങ്ങനെയെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ വരട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഞങ്ങളുടെ മുന്നിൽ. അത് ഒരു 70% 80% വിജയിച്ചു. കാരണം ഇപ്പോഴും പോകുമ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ നോക്കി പേടിയ പോലെ, കാരണം ഞങ്ങൾ ആരെ തല്ലാനോ ഉപദ്രവിക്കാനൊന്നും നേടില്ല, ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം. പക്ഷേ ഭീഷണി എന്നുള്ള രീതിയിലാണോ? അല്ല ഭീഷണിയല്ല. ഈ കാരണം 2 വാക്ക് നല്ല തല്ലിനൊക്കെയും ഒരു ഗുണം ചെയ്യുമല്ലോ 2 വാക്ക്. ആ ഒരു ഇതിലാണ് ആ ഒരു വാക്ക് എഴുതി വെച്ചുകൊണ്ട് ചില, അതും പിള്ളേരാണ്, ഈ +2-നും ഇതൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് ഇതിൽ കൂടുതലും ഈ വൈകുന്നേരങ്ങളിൽ പോകുന്നത്. കാരണം അമിത വേഗതയിലും ലൈസൻസ് പോലും ഇല്ല. അന്ന് 2 ദിവസം മുന്നേ ഒരാഴ്ച മുന്നേ ഉണ്ടായ അപകടത്തിൽ ആ ചേട്ടനെ ഇടിച്ച ആ 3 കുട്ടികൾക്ക് ലൈസൻസ് ഇല്ല. ഒരു എന്തായി കേസെന്ന് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ആ ചേട്ടൻ മരണപ്പെട്ടു. അതിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരു ബോർഡ് പിറ്റേ ദിവസം തന്നെ ഇവിടെ സ്ഥാപിച്ചത്. അതിൻ്റെ ഒരു ഗുണം കിട്ടി എന്ന് തന്നെ പറയാം. ഗതികേട് കൊണ്ടാണ്, വേറെ ഒന്നും. എന്താണ് നാട്ടുകാരുടെ ഒക്കെ ഒരു റെസ്പോൺസ് എന്താണ് ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ? ഇപ്പോൾ 2 ആഴ്ചയായി തോന്നുന്നല്ലേ വെച്ചിട്ട്? ഇതിപ്പോൾ 2 ആഴ്ചയോളമായി വെച്ചത്. പക്ഷേ നാട്ടുകാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അപകടം ഇല്ലാതിരിക്കണം. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു റിസൾട്ട് നല്ലത് കിട്ടിയതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം, ഒരുതം ഹാപ്പിയാണ് എല്ലാവരും. ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഇത് എല്ലാ നാട്ടുകാർക്കും കൂടിയാണ് നമ്മൾ വെച്ചത്. ഇപ്പോൾ എല്ലാവരുടെയും മക്കളും മരുമക്കളും അതുപോലെ തന്നെ വൃദ്ധരായ അവരുടെ മാതാപിതാക്കളെല്ലാം ഈ റോഡിൽ പുറത്തിറങ്ങുന്നതാണ്. ഇവർക്കെല്ലാം ഇതൊരു വേണ്ടിയാണ് ഞങ്ങളിത് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാരെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട്. കാരണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വെച്ചുകൊണ്ട് ഗുണമുള്ളതുകൊണ്ട് എല്ലാവരും പ്രോത്സാഹനങ്ങളുണ്ട്. ഈ പറഞ്ഞാൽ എല്ലാവരും പറയേണ്ടത്, മക്കളെ നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്, ഇങ്ങനെയെങ്കിലും ചെയ്തുല്ലോ, നിങ്ങളെങ്കിലും ഇതിൽ മുൻകൈ എടുത്തുല്ലോ എന്നുള്ളതിൻ്റെ ഒരു പ്രോത്സാഹനവും അതുപോലെ തന്നെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. പത്രത്തിൽ ഒരുപാട് ചാനലുകാർ വിളിച്ച് ഇതിനെല്ലാം ഞങ്ങൾ വ്യക്തമായ മറുപടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചേട്ടാ, കുറേ മുറവിളികൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു റോഡ് അത് നന്നാക്കി ഇങ്ങനെ കിട്ടിയത് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ റോഡ് നന്നായപ്പോൾ അപകടങ്ങൾ കൂടി എന്നുള്ളതാണല്ലേ? ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം സേവിയാർന്ന് തന്നെ ഒരു ചേട്ടൻ ഇവിടെ ഈ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു. അയാൾക്ക് 3 പെൺമക്കളാണ്. അപ്പം ഞാൻ കുട്ടികളുടെ ഭാവി, ഈ അപകടം ഉണ്ടാക്കുകയല്ല, അതിനകത്ത് ഇരയാവുന്നവരുടെ കുടുംബമാണ് നശിക്കുന്നത്. അവർക്ക് ആശുപത്രിയുടെ സാമ്പത്തിക ചെലവുകൾ, അവർക്കുണ്ടാകുന്ന മക്കളുടെ ഭാവി, അതൊക്കെ ഇതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട്. ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ലൈസൻസ് ഇല്ലാത്ത കുട്ടികളാണ്, എനിക്ക് തോന്നുന്നു +2 റേഞ്ചിലൊക്കെ കാരണന്മാർ വണ്ടി കൊടുത്തു വിടാണ്. ഞങ്ങളുടെ ഇവിടെ ഉള്ള കാരണന്മാർ ഇതൊരു പഴയ റോഡിൻ്റെ ഒരു സങ്കല്പത്തിലാണ് നടക്കണേ. ഇത്തരം വികസനം വന്നു, ഈ റോഡിന് ഇത്ര വീതി കൂടി, വണ്ടികൾ ചീറിപ്പാഞ്ഞ് വരുന്നുണ്ടെന്നൊന്നും പഴയ കാരണന്മാർക്ക്. എൻ്റെ കൂടെ വർക്ക് ചെയ്യണവൻ്റെ അച്ഛനാണ് ഒരു 5-6 മാസം മുമ്പ് ആക്സിഡൻറ്റ് മരിച്ചുപോയി. അപ്പോൾ ഈ വഴിയുടെ വീതി ഇത്ര കൂടി, ഇത്ര വണ്ടികൾ പാസ് ചെയ്യണമെന്ന് കാരണന്മാർ ഒരു അശ്രദ്ധ ഉണ്ട് അവർക്ക്. അതോടൊപ്പം വണ്ടികളുടെ അമിതമായ വേഗത. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ
ബന്ധപ്പെട്ട് ലീഗലായിട്ട് എന്തെങ്കിലും നിയമ നടപടി എടുക്കണമെന്നാണ് നാട്ടുകാരെന്നതിൽ എനിക്ക് പറയാനുള്ളത്. അതായത് ഇത് അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം, ഈ വേഗത നിയന്ത്രിക്കാനും അപകടങ്ങൾ നിയന്ത്രിക്കാനുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ വേണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ വാർഡ് മെമ്പർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, ഇപ്പോൾ ഈ നാട്ടിലെ യുവാക്കൾ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചു, പക്ഷേ ഈ ചേച്ചിക്ക് അറിയാമായിരിക്കും ഇതിൽ വലിയ അപകടങ്ങൾ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. ഈ റോഡ് കാരണം വലിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് നാട്ടുകാർക്ക് ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ വെക്കേണ്ടി വരുന്നത്. എങ്ങനെ, എത്രത്തോളം ഭീകരമാണ് അതിൻ്റെ ഒരു അവസ്ഥ? അപകടങ്ങൾ എത്രത്തോളം ഉണ്ട്? അപകടം എന്ന് പറഞ്ഞാൽ ഒരു ഭീകരാവസ്ഥ തന്നെയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പാലം, പാർപ്പുറം വല്ലങ്കടവ് പാലം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. ഇവിടെ ഒരു പാലം വരണം, വികസനം വരണം, തൊട്ടടുത്ത് എയർപോർട്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ട്. അപ്പോൾ കിഴക്കൻ മേഖലകളിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ഇതിൽ പോകാം. എയർപോർട്ടിൽ എളുപ്പവഴി, കാലടി കൂടി പോകുന്നതിലൊക്കെ വളരെ എളുപ്പമാർഗമായിരിക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. ഇതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ നാട്ടുകാർക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അമിത വേഗത്തിൽ പോകുന്ന വാഹനങ്ങളുടെ ഒരു മരണപ്പാച്ചിൽ എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ വീതി കുറഞ്ഞ സ്ഥലമാണെങ്കിലും വീതി കൂടിയ സ്ഥലമാണെങ്കിലും എല്ലാം രണ്ട് സൈഡും കാടൊക്കെ പിടിച്ച് കിടക്കുവാണ്. അത് PWD റോഡും കൂടിയാണല്ലോ, പഞ്ചായത്തിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ PWD AE കഴിഞ്ഞ ദിവസം ഈ പയ്യൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് മേളിലേക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാം, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാം, അപകടാവസ്ഥ ഒഴിവാക്കി എടുക്കാനുള്ള നടപടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് നാട്ടുകാർ പറയുന്നത്, ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്ന് കൂടിയിട്ടാണ്. എന്തായാലും ഈ ബോർഡാണ് ഇവിടുത്തെ താരം. ഒരു വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിനു മുൻപ് ഇത്തരത്തിൽ ഒരുപാട് സൂചനാ ബോർഡുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെച്ചിരുന്നു. പക്ഷെ അതൊന്നും ഫലം കാണാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ബോർഡ് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, ഇതൊരു അക്രമത്തിനുള്ളൊരു പ്രോത്സാഹനമായി കാണരുത് എന്നുകൂടിയാണ് പറയാനുള്ളത്. പക്ഷെ ഗതികേട് കൊണ്ട് നാട്ടുകാർ, ഇവിടുത്തെ യുവാക്കൾ ഇവിടെ വെച്ച ബോർഡാണ്. എന്തായാലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇതിന് കാണണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. സജിൻ സജിക്കൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ 1, കൊച്ചി.